കോട്ടയം നഗരത്തിൽ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ് തട്ടുകടകളും ബജ്ജിക്കടകളും. എന്നാൽ നഗരസഭയുടെയോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയോ ലൈസൻസ് ഇല്ലാതെയാണ് ഇവയിൽ പലതും പ്രവർത്തിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ കടകളിൽ പരിശോധനകളും കാര്യമായി നടക്കാറില്ല. ഇത്തരം സ്ഥാപനങ്ങൾ സമയ നിയന്ത്രണം പാലിക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. വൈകുന്നേരമായാൽ കോട്ടയം നഗരത്തിലെ ഒട്ടുമിക്ക വഴികളിലുമുണ്ട് ബജ്ജിക്കടകളും തട്ടുകടകളും. എത്ര കടകളുണ്ടെങ്കിലും ഭക്ഷണം വാങ്ങാനും കഴിക്കാനും എത്തുന്നവരുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല. എന്നാൽ ഇത്തരം കടകളിൽ വലിയൊരു ശതമാനവും ഒരുവിധ ലൈസൻസുകളും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുമില്ല. ഓരോ ദിവസത്തെയും കച്ചവടം അവസാനിപ്പിച്ചു പോകുമ്പോൾ പല കടകളിലെയും മേശകളും ഇരിപ്പിടങ്ങളും പാത്രങ്ങളും ഉൾപ്പെടെ വഴിയരികിലോ തൊട്ടടുത്ത പറമ്പിലോ വെയിലും മഴയും പൊടിയും ഒക്കെ ഏറ്റ് കിടക്കുന്നുണ്ടാവും. തട്ടുകടകളുടെയും ബജ്ജിക്കടകളുടെയും പ്രവർത്തനം വൈകുന്നേരമായതിനാൽ നഗരസഭയിലെയോ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെയോ ജീവനക്കാർ കാര്യമായ പരിശോധനകളൊന്നും നടത്താറുമില്ല. പല കടകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതടക്കമുള്ള ജോലികൾക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഹെൽത്ത് കാർഡുകൾ പോലുമില്ല. മാത്രമല്ല, പലതും അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിന് മുൻപ് തുറക്കുകയും സമയപരിധി അവസാനിച്ച് മണിക്കൂറുകൾക്ക് ശേഷം അടയ്ക്കുകയും ചെയ്യുന്നവയാണ്. രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായ തട്ടുകടകളിൽ ഒന്നും തന്നെ പരിശോധന നടക്കുന്നില്ല. ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെടാനുള്ളത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വിജിലൻസ് സ്ക്വാഡ് എല്ലാ ജില്ലകളിലും അടിയന്തരമായി രൂപീകരിക്കണം. അത്തരത്തിൽ ഒരു സ്ക്വാഡ് ഇല്ലാതെ ഇത്തരത്തിൽ ഈ പറയുന്ന വലിയ തോതിൽ ഈ പറയുന്ന പ്രചാരണങ്ങൾ നടത്തിയതുകൊണ്ട് ഭക്ഷണത്തിൽ ശുദ്ധമായ ഭക്ഷണമാണ് ജനങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഒരു ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്താൽ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന കടകളിലെല്ലാം വ്യാപക പരിശോധനകൾ നടത്തുന്ന ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങൾ തട്ടുകടകളിലേക്കും ബജ്ജിക്കടകളിലേക്കും തിരിഞ്ഞു നോക്കാറില്ല. മലിനജലം ഒഴുകുന്ന ഓടകൾക്ക് മുകളിലാണ് ഇത്തരം കടകളിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത്. അവശേഷിക്കുന്നവയിൽ കൂടുതലും നടപ്പാതകൾ കയ്യേറി പ്രവർത്തിക്കുന്നവയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഭക്ഷണ സാധനങ്ങളുടെ വിലയിൽ തെല്ലും കുറവില്ല. പരിശോധനകൾക്ക് വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല എന്നതാണ് നഗരസഭയും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഉയർത്തിക്കാട്ടുന്ന ന്യായം. അതേസമയം പരിശോധനകളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരസാധനങ്ങൾ പിടിച്ചെടുത്താലും ശിക്ഷ പിഴയടയ്ക്കലിൽ മാത്രം ഒതുങ്ങും. ഗുണനിലവാരമില്ലാത്ത ഭക്ഷണം വിളമ്പിയ സ്ഥാപനങ്ങളുടെ പേരുകൾ പോലും പുറത്തു വരാറുമില്ല. അമൃത ന്യൂസ്, കോട്ടയം.